വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നതാണ്. ഈ വചനം 1 കൊരിന്തോസ് 6 അധ്യായം 20 വചനമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനു വേണ്ടി കൗൺസിലിംഗ് ആവശ്യത്തിനായി ഫോൺ ചെയ്യുകയുണ്ടായി. വലിയ ഒരു വീട് വെച്ച് വീടിൻ്റെ 1-ാം നിലയിൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് മകന് മുറി തരപ്പെടുത്തി കൊടുക്കുകയും മകൻ വലിയ കുഴപ്പമില്ലാതെ പഠിച്ച് തുടങ്ങുകയും ചെയ്തു. +2 വളരെ ഉയർന്ന മാർക്കിൽ പാസ്സായ ഈ ആൺകുട്ടിക്ക് നല്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നാൽ ഈ അമ്മ എന്നെ വിളിക്കുന്ന സമയം ഫൈനൽ ഇയർ ആയിരുന്ന ഈ വിദ്യാർത്ഥി 2-ാമത്തെ വർഷത്തെ 6 വിഷയങ്ങൾ മാത്രമാണ് പാസ്സായിട്ടുള്ളത്. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും സപ്ലിമെൻ്ററി എഴുതേണ്ട സ്ഥിതിയിലായിരുന്നു. അമ്മ ഈ വിവരമൊന്നും അറിഞ്ഞിരുന്നില്ല. 3 വർഷം പാസ്സായി 4-ാമത്തെ വർഷം പഠിക്കുന്നു എന്ന് മാത്രമാണ് അമ്മ അറിഞ്ഞിരുന്നത്. കൃത്യമായി ആവശ്യപ്പെടുന്ന ഫീസെല്ലാം കൊടുക്കുകയും മകൻ കോളേജിൽ പോയി പഠിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഈ അമ്മയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. ആദ്യമെല്ലാം സായങ്കാലങ്ങളിൽ കമ്പൈൻ സ്റ്റഡി ഒന്നിച്ചു കൂടിയിരുന്നുള്ള പഠനത്തിനായി പോവുകയാണ് എന്ന ഭാവത്തിൽ മകൻ വെളിയിൽ പോകുകയും തിരിച്ചു വരുന്ന സമയം 8 മണിയായപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ശരിയാവില്ല, സന്ധ്യ ആകുമ്പോഴേക്കും തിരിച്ചു വരണം, രാത്രിയിൽ പോയുള്ള കമ്പൈൻ സ്റ്റഡി ഒന്നും വേണ്ട. എന്നാൽ ഈ പയ്യൻ അമ്മയെ എങ്ങനെയോ വിശ്വസിപ്പിച്ചു. കുറേയേറെ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എല്ലാ സുഹൃത്തുക്കളുടെയും കൂടെ ഇരുന്നാണ് ഇത് പഠിക്കുന്നതും എഴുതുന്നതും ചെയ്യുന്നത്. ഈ കുട്ടി വീട്ടിൽ തിരിച്ചെത്തുന്ന സമയം 8 മണി, 9 മണി, 10 മണി കഴിഞ്ഞിരുന്നു. എന്നാൽ പ്രത്യേക തരത്തിൽ വീട് പൂട്ടുകയും തുറക്കുകയും ചെയ്യാമായിരുന്നുകൊണ്ട് പയ്യൻ അമ്മയോട് പറഞ്ഞു, ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് രാവിലെ 7:30 ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ടായിരുന്നതിനാൽ അമ്മ കിടന്നുറങ്ങിക്കോളൂ, ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിക്കോളാം എന്നുള്ള ഉറപ്പിന്മേൽ അത്ര ശരിയല്ല എന്ന് തോന്നിയിട്ടും അമ്മ അത് ചെയ്യാൻ നിർബന്ധിതയായി. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം രാത്രി ഏറെ വൈകി എപ്പോഴോ റൂമിൻ്റെ ഉള്ളിൽ വന്ന് കിടന്ന് ഉറങ്ങുന്ന പയ്യനെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് മാത്രമാണ് അമ്മ കാണാനിടയാകുന്നത്. മുറി പൂട്ടിയിട്ട് കിടന്നുറങ്ങുന്ന കുട്ടി അമ്മ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് തട്ടി വിളിച്ചിട്ട് ഭക്ഷണമെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, പൊതി കെട്ടിയും വെച്ചിട്ടുണ്ട്, സമയത്ത് കുളിച്ച് ഡ്രസ്സ് മാറി പൊയ്ക്കോണം എന്ന് പറയുമ്പോൾ ഒരു മൂളൽ മാത്രമായിരുന്നു ഉത്തരം. അമ്മ ഓഫായി വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ കറക്റ്റ് സമയത്ത് പയ്യൻ വെളിയിൽ പോകാറുണ്ട്, എഴുന്നേറ്റ് ഒരുങ്ങുന്നത് കാണാം. എന്നാൽ എന്തെങ്കിലും ആവശ്യത്തിന് അമ്മ വെളിയിലോട്ട് പോയാൽ അമ്മ ജോലിക്ക് പോകുമ്പോഴും മറ്റും കോളേജിൽ പോകുന്ന ഈ കുട്ടി തിരിച്ചു വന്ന് റൂമിൽ കടന്ന് ഉറങ്ങുകയാണ് ഉണ്ടായത് എന്ന സത്യം കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മയ്ക്ക് മനസ്സിലായത്.
അതെന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കുട്ടി കോളേജിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവാതെ അമ്മ പോയി കഴിയുമ്പോൾ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് ഈ വീട് തുറന്ന് അതിനുള്ളിൽ കയറുകയും രാത്രി കുറെ വൈകി വരുന്ന പയ്യന് വീണ്ടും ഉറങ്ങേണ്ട ആവശ്യമുള്ളതിനാൽ അവിടെ കിടന്ന് കുറേ അധികം സമയം ഉറങ്ങുകയും കുറച്ചു നേരം കഴിയുമ്പോൾ ഈ കൂട്ടുകാരെല്ലാം അവിടെ കടന്നു വരികയും അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പേ ഇവരെല്ലാം ആ സ്ഥലം കാലിയാക്കി വീണ്ടും പോയിരുന്നു. ഏറെ താമസിയാതെ കോളേജിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കൊടുത്തിരുന്നതൊന്നും കോളേജിൽ അടയ്ക്കുകയുണ്ടായില്ല. ആ തുക മുഴുവൻ കൂട്ടുകാരോടൊത്ത് അടിച്ചു പൊളിച്ച് കളയാൻ മാത്രമല്ല മയക്കുമരുന്ന് ബിസിനസ്സിലെ ഒരു കണ്ണിയായി ഈ പയ്യൻ മാറുകയും ചെയ്തിരുന്നു. കമ്പൈൻ സ്റ്റഡി എന്ന വ്യാജേന ഫ്രണ്ട്സ് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന വീട്ടിൽ പോയി മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ചില്ലറ വിൽപ്പനയും എല്ലാം നടത്തി പൈസ ഉണ്ടാക്കി. അത് തികയാഞ്ഞ് അമ്മയോട് പല ആവശ്യങ്ങൾക്കായി പൈസ ചോദിച്ചു വാങ്ങിച്ച് ചെലവാക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് സെക്കൻഡ് ഇയറിലെ കുറേ വിഷയങ്ങൾ മാത്രമേ ഈ പയ്യൻ പാസ്സായിട്ടുള്ളൂ, ബാക്കി എല്ലാ വിഷയങ്ങളിലും തോറ്റ് ഇരിക്കുകയാണെന്നും ഫൈനൽ ഇയർ ആയാലും ഈ വിഷയങ്ങളെല്ലാം എഴുതിയെടുക്കാതെ ഇനി കോളേജിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വരാൻ സാധിക്കില്ലെന്നും അമ്മയ്ക്ക് മനസ്സിലായത്. അമ്മയ്ക്കും വിദേശത്ത് ജോലി ചെയ്യുന്ന അപ്പനും ഇത് വലിയ ഒരു ഷോക്കായി മാറി. ഇളയ കുട്ടിക്ക് ചില കാര്യങ്ങൾ അറിയാമായിരുന്നു എങ്കിലും ഈ മൂത്ത ചേട്ടൻ ഭീഷണിപ്പെടുത്തിയതോടെ ഇളയ കുട്ടിയും ഈ കാര്യം പുറത്തു പറയാതെയായി. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അമ്മ ഫോൺ ചെയ്തപ്പോൾ പറയുകയാണ്, ചുരുക്കത്തിൽ മൂത്ത ആൺകുട്ടിയെ എനിക്ക് ഭയമാണ്, എന്നെയോ അല്ലെങ്കിൽ അവൻ്റെ ഇളയ സഹോദരനെയോ എന്തെങ്കിലും എതിര് പറഞ്ഞാൽ ഇവൻ എന്തു തന്നെയും ചെയ്തു കളയും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായി. കോളേജിൽ ടീച്ചറുടെ അടുക്ക് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കുറേ വർഷങ്ങളായും കുറേ നാളുകളായും ഈ കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നും ഇത്രയേറെ വിഷയങ്ങൾ പരീക്ഷ എഴുതുക പോലും പയ്യൻ ചെയ്തില്ല എന്നും. പ്രിയപ്പെട്ടവരെ, ഏറെ വിഷമിച്ച ആ അമ്മയോട് ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളെ സമ്മതമില്ലാതെ നമുക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവരാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കില്ലല്ലോ. ഫോണിൻ്റെ മറുതലയ്ക്കൽ ഏങ്ങലടിച്ച് കരയുന്ന അമ്മയെ ആശ്വസിപ്പിക്കാനായി ഞാൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചു തുടങ്ങ്, ഞാനും പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു സമയം ദൈവം അനുവദിച്ചാൽ പയ്യൻ ഇവിടെ വരാനിടയാകും, നമുക്ക് അന്നേരം സംസാരിക്കാം. അതുവരെ പ്രാർത്ഥനയുടെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, 2 മാസങ്ങൾക്ക് ശേഷം എന്നെ ഒരു ഡോക്ടർ ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു പയ്യൻ ഡ്രഗ് അഡിക്ഷനാണ്, മയക്കുമരുന്നിൻ്റെ അഡിക്ഷനായി പോയ ഒരു കുട്ടിയാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഏകദേശം അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിലായിരിക്കുകയാണ്. ഇനി അവന് കൗൺസിലിംഗ് ആവശ്യമുണ്ട്, അങ്ങോട്ട് റെഫർ ചെയ്യുകയാണ്. വീണ്ടും ഈ അമ്മ എന്നെ വിളിച്ചു, എൻ്റെ മകൻ്റെ കാര്യമാണ് മാഡം ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചത്. മാഡം പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുകയാണ്, സമയമായിരിക്കുകയാണ്, അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവൻ്റെ തന്നെ 2 നല്ല കൂട്ടുകാർ ഡ്രൈവ് ചെയ്താണ് ഇവനെ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, കൊണ്ടുവന്ന ആ സമയം വേറെ 2 നല്ല കൂട്ടുകാരാണ് കൊണ്ടുവന്നത്. ഈ പയ്യൻ വീട്ടിൽ വന്നപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ താഴോട്ട് മാത്രം നോക്കിയിരിക്കുന്നു, മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട്. ഞാൻ നോക്കിയപ്പോൾ കയ്യിലെല്ലാം നന്നായിട്ട് ഡ്രസ്സിങ് ചെയ്തിരിക്കുന്നു. എന്ത് സംഭവിച്ചു എന്നും അറിയണ്ടേ. ഒരു മയക്കുമരുന്ന് കേസിൽ ഈ പയ്യനും ഇവൻ പോയിരുന്ന് സംസാരിച്ചിരുന്ന വീട്ടിലെ കുട്ടികളും പോലീസിൻ്റെ നിരീക്ഷണത്തിലാവുകയും അത് കണ്ട് ഭയന്ന് റൂമിൽ കതകടച്ചിരിക്കുന്ന ആ സമയം അത്രയും നാളും മയക്കുമരുന്ന് എടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് അത് എടുക്കാതെ വന്നപ്പോൾ ഉണ്ടായ റിയാക്ഷൻസ്, വിത്ഡ്രോയൽ സിംറ്റംസ് എന്ന് പറയും. അവന് ആൾക്കാരെ ഭയമായി തുടങ്ങി, ആരെന്ത് പറഞ്ഞാലും ദേഷ്യം വന്നു തുടങ്ങി.
വീട്ടിൽ കയറി ചെന്നാൽ വീട്ടിലെ സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കാനായിട്ട് തുടങ്ങി. കാരണം പോലീസ് നിരീക്ഷണത്തിനായതിനാൽ വെളിയിൽ പോലും പോകാനുള്ള ഒരു അനുവാദം ഈ പയ്യനില്ലായിരുന്നു. കൊണ്ടുവന്ന കൂട്ടുകാർ പറയുകയാണ്, ഈ അമ്മ ഫോൺ ചെയ്തപ്പോഴാണ് ഈ കൂട്ടുകാർ അവൻ്റെ വീട്ടിലെത്താൻ ഇടയായത്. വീട്ടിലെ TV അടക്കമുള്ള എല്ലാ സാധനങ്ങളും നിലത്ത് ഉന്തി മറിച്ചിട്ട് വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയായ ഈ പയ്യൻ എവിടെ നിന്നാണ് ഇത്ര ശക്തി എന്ന് അറിഞ്ഞുകൂടാ, അത്ര കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്ത് അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അമ്മയും ഇളയ സഹോദരനും പേടിച്ച് വിറച്ച് ഇരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന ഒരു അക്വേറിയം വലത്ത് കൈയുടെ ഈ ഭാഗത്താൽ അടിച്ചു പൊട്ടിക്കുകയും അതിൻ്റെ ചില്ലുകൊണ്ട് ഈ കൈയുടെ ഇവിടെ നിന്ന് ഇങ്ങേ അറ്റം വരെ ഏകദേശം 13 സ്റ്റിച്ച് അവൻ്റെ കയ്യിലുണ്ടാവുകയും കൈക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു എന്നാണ് ഈ കൂട്ടുകാർ പറഞ്ഞത്. കയ്യിൽ ബാൻഡേജ് ഇട്ട അവസ്ഥയിലാണ് പയ്യനെ അവിടെ കൊണ്ടുവന്നത്. കൂട്ടുകാർ സംസാരിച്ചു. ഇവൻ ഇത്ര വയലൻ്റ് ആയപ്പോൾ ഇവനെ ഒരു കട്ടിലിലേക്ക് ചേർത്ത് അവിടെ കിടന്ന് ഒരു കയർ വെച്ച് കെട്ടിയിട്ട് അതുപോലെ റെസ്ട്രിക്റ്റ് ചെയ്ത് പോരുന്ന ഒരവസരത്തിലാണ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് വന്ന ആംബുലൻസിൽ അവന് സെഡേഷനുള്ള മരുന്ന് കൊടുത്ത് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. ഏകദേശം സുബോധമായപ്പോഴാണ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് റെഫറൻസ് കിട്ടി അവിടെ എത്താനിടയായത്. പ്രിയപ്പെട്ടവരെ, ആ പയ്യനോട് ഒറ്റയ്ക്ക് ഞാൻ സംസാരിക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങളും പയ്യൻ തുറന്ന് പറഞ്ഞു. എത്ര ഗുളിക എടുക്കുമെന്നുള്ളതും ഇത് ആർക്കെല്ലാം കൊടുക്കുമെന്നുള്ളതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ചെറുപ്രായത്തിലുള്ള ആ കുട്ടി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഏകദേശം 2 മണിക്കൂറോളം ഈ പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ പയ്യന് ആത്മഹത്യാ പ്രവണത വരെ പ്രദർശിപ്പിക്കുകയുണ്ടായി. കാരണം പഠിക്കാൻ വിട്ട അവസരങ്ങളൊന്നും വിനിയോഗിച്ചില്ല. ഇനി അമ്മയുടെയും അപ്പൻ്റെയും മുഖത്തെങ്ങനെ നോക്കും? അമ്മയും അപ്പനും കൂടെ ഈ പേരിൽ വഴക്കായി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ ഇനി നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഭാവി ഇനി എന്താകും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയും സപ്ലിമെൻ്ററി എക്സാം എഴുതി, ഇനി ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ? മാത്രമല്ല, ഞാൻ ഈ മയക്കുമരുന്നെടുത്ത് ഇപ്പോൾ എടുക്കാതായപ്പോൾ എനിക്ക് ചില സമയം മരിച്ചു പോകണമെന്നങ്ങ് തോന്നുകയാണ് എന്നുവരെ പയ്യൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവന് ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൗൺസിലിങ്ങിന് വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പയ്യനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം? നമ്മുടെ ശരീരത്തിന് എന്ത് വിലയാണ് താങ്കൾ കൊടുത്തിട്ടുള്ളത്? പയ്യൻ തിരിച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു. മാഡം, എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ എനിക്ക് അവകാശമില്ലേ? പ്രിയപ്പെട്ടവരെ, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളുടെ ചോദ്യത്തിന് പലരോടും ഉത്തരം പറഞ്ഞിട്ടുള്ള ഞാൻ ഈ ചോദ്യം കേട്ട് ആ മോനോട് ഒന്നുകൂടെ അതൊന്ന് പറയാൻ പറഞ്ഞു. പയ്യൻ ചോദിച്ചു, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഉത്തരവാദി ഞാനല്ലേ? പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ വില എന്താണ് എന്ന് ദൈവവചനത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു. ഏറെ പ്രാർത്ഥനയോടെയാണ് ഞാൻ ഇരുന്നത്. തീർച്ചയായും ആ അമ്മ സ്വന്തം വീട്ടിലിരുന്ന് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ സംസാരിക്കാൻ ആരംഭിച്ചു. മനുഷ്യ ശരീരത്തിൻ്റെ വില എന്താണ്? നമ്മുടെ ശരീരം നമുക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടോ ഇല്ലയോ? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രമുണ്ട്? ഇതേപ്പറ്റിയെല്ലാം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കേവർക്കും അറിയാം, ബുക്ക് റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും കൂട്ടി വിലയിട്ടിട്ടുണ്ടെങ്കിൽ 6 രൂപ 73 പൈസയാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ വില. സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് അങ്ങനെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി നോക്കിയാൽ 7 രൂപയാണ് മാക്സിമം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ വില. എന്നാൽ
ആത്മീയമായി നാം ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 1 കോരിന്തോസ് 6:20, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? എന്ത് വിലയ്ക്കാണ് നമ്മെ വാങ്ങിയെടുത്തിരിക്കുന്നത്? സ്വന്തമെന്ന് നാം അവകാശപ്പെടുന്ന ഈ ശരീരം നമ്മുടെ സ്വന്തമല്ല എന്ന് വചനം പറയുമ്പോൾ നാം അതേപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മുടെ ശരീരത്തിന്റെ വില? എന്ത് വില കൊടുത്താണ് യേശു നമ്മെ വാങ്ങിയിരിക്കുന്നത്? ഒരാളുടെ രക്തത്തിന്റെ വിലയാണ് നമ്മുടെ ശരീരത്തിന്റെ വിലയായി യേശു കണക്കാക്കുന്നത്. യേശുവിൻ്റെ വിലയേറിയ ജീവരക്തം ചിന്തി നേടിയെടുത്ത നമുക്ക് ആ വില തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമോ? രക്തത്തിലാണ് ജീവൻ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ജീവൻ വെടിഞ്ഞ് വാങ്ങി എടുത്ത ശരീരങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ അന്ന് നമ്മുടെ ശരീരം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ നാം നിൽക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രോ ലൈഫിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി അതിലേക്കൊരു ലേഖനം എഴുതാനായി റെഫർ ചെയ്ത് പോയപ്പോഴാണ് കാണാനിടയായത് ഇൻസെക്ടിസൈഡ് അഥവാ കീടനാശിനികൾ ചേർന്ന ഭക്ഷണ വസ്തുക്കൾ നാം വേറൊരാൾക്ക് വിൽക്കുമ്പോൾ അവരുടെ ജീവനാണ് നാം വിലയിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിർണയിച്ച ആയുസ് എത്തിത്തീരാതെ ഒരു മനുഷ്യജീവൻ പൊലിയുന്ന എന്തെല്ലാം അവസരങ്ങളാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. യേശുവിൻ്റെ വില തീരാത്ത ജീവരക്തത്താൽ വാങ്ങപ്പെട്ടിരിക്കുന്ന താൻ തൻ്റെ സ്വന്തമല്ല. വലിയ അത്ഭുതത്തോടെ പയ്യൻ കേട്ടിരുന്നു. ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും വചനമോ ദൈവത്തെ അനുസരിച്ചുള്ള ജീവിതമോ ഈ പയ്യൻ നയിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്താഗതി ഇങ്ങനെ തന്നെയാണ്. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അഭിഷേകം കടന്നു ചെന്നപ്പോൾ പയ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പയ്യൻ എന്നോട് പറഞ്ഞു, വെളിയിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ പോലും അറിയാത്ത പല കാര്യങ്ങളും ഞാൻ മാഡത്തോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഞാനും തിരിച്ചു പറഞ്ഞു, കോൺഫിഡൻഷ്യലായിരിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നു, തൻ്റെ ശരീരത്തെ ദൈവം വിലമതിക്കുന്നു. കാരണം യേശു രക്തം കൊടുത്ത് നേടിയെടുത്ത ശരീരമാണ് തൻ്റേത്. പ്രിയപ്പെട്ടവരെ, ഏറെ വർഷങ്ങളെടുത്തു. ഏകദേശം 8 വർഷങ്ങളോടെടുത്തു ഈ പയ്യൻ ഈ കോഴ്സ് പൂർത്തിയായി വന്നു. ഇന്ന് ദൈവത്തിൻ്റെ ജീവനുള്ള ഒരു സാക്ഷിയായി അനേകായിരം മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾക്ക് റോൾ മോഡലായി അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ ഒരു ചാലക ശക്തിയായി ആ പയ്യൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വചനത്തിൻ്റെ ആത്മീയമായ തലങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. സിനിമകളിലൂടെയും മറ്റും മനുഷ്യ ജീവനും മനുഷ്യ ശരീരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഏറെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സമയത്താണല്ലോ നാം നിൽക്കുന്നത്. ഈ വചനം ഒരുപാട് ആശയങ്ങൾക്ക് ഉത്തരമായി തീരും എന്ന് കരുതിക്കൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1 കോരിന്തോസ് 7:23 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥി ഇതേ സംഘത്തിൽപ്പെട്ട കുറെ ഗ്രൂപ്പ് ആൾക്കാരുടെ ഒരു അടിമയായി അന്ന് തീർന്നിരുന്നു. ഈ വചനം ആ പയ്യനെ ഏറെ സ്പർശിച്ചു. ഞാൻ ചോദിച്ചു, തൻ്റെ ഉടമസ്ഥനെ താൻ ബഹുമാനിക്കുന്നോ അതോ ഈ മനുഷ്യരുടെ അടിമകളായി തുടരാനായിട്ട് ആഗ്രഹിക്കുന്നോ? തീർച്ചയായും നമുക്കറിയാം, ഒരു റാക്കറ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരാനായിട്ട് ഏറെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ആ പയ്യന് തിരിച്ചറിവുണ്ടാകുകയും ദൈവം അവനിലൂടെ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ പാപ വഴി വിട്ട് തൻ്റെ ശരീരത്തിന് എന്തുമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. 2-ാമത്തെ വചനം ഇങ്ങനെയാണ്,
1 കൊരിന്തോസ് 6:19 ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. വീണ്ടും പറയുകയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനുള്ളതല്ല എൻ്റെ ശരീരം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ആത്മാവ് കുടികൊള്ളുന്ന കുടീരമാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്നതിനാൽ ആ ശരീരത്തെ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാനും പ്രവർത്തിക്കാനും നമ്മൾക്ക് അധികാരമില്ല. കാരണം നാം നമ്മുടെ സ്വന്തമല്ല. വീണ്ടും ഒരു വചനം ഇങ്ങനെ പറയുന്നു, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. നമ്മുടെ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആത്മാവ് വസിക്കുന്ന ആ ഒരു ഇടത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ് എന്നതിനാൽ തന്നെ ദയാവധം, ഇൻസെക്ടിസൈഡൊക്കെയുള്ള ഭക്ഷണവസ്തുക്കള്, മനുഷ്യജീവന് വിലങ്ങത്തടിയായിട്ട് നിൽക്കുന്ന എന്തും ഈ ഒരു ദൈവിക ചിന്തയ്ക്ക് എതിരായിട്ടാണ് വരുന്നത്. അക്രമം, കത്തിക്കുത്ത്, വ്യഭിചാരം, മദ്യപാനം, പുകവലി തുടങ്ങിയ സംഭവങ്ങളെല്ലാം ദൈവം വസിക്കാനായി തിരഞ്ഞെടുത്ത ആത്മാവിൻ്റെ കുടീരമായ ശരീരത്തെ നശിപ്പിക്കും എന്നതിനാൽ ഇതെല്ലാം ശരീരത്തിനെതിരായി നാം ചെയ്യുന്ന തെറ്റുകളും അതേസമയം ദൈവത്തിനെതിരായി നാം ചെയ്യുന്ന തെറ്റുകളും ആയിത്തീരുന്നു എന്നതിൽ സംശയമില്ല. പല കുടുംബ പ്രശ്നങ്ങളിൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ കുടുംബനാഥന്മാർ പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ പൈസ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നു, ഞാൻ കുടിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതല്ല എന്ന് വചനം നമ്മോട് ഉത്ബോധിപ്പിച്ച് തരികയാണ്. ഇത് നമുക്ക് ആഴത്തിലുള്ള ഒരു ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല എങ്കിൽ ഉടമസ്ഥൻ പറയുന്നത് മാത്രമേ ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ. ഇതാണ് ആത്മീയമായ കാഴ്ചപ്പാട്. ഇനി ഒരു വചനം ഇങ്ങനെ പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും അശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തെയും ആ ശരീരത്തിനുള്ളിലുള്ള ആത്മാവിനെയും നശിപ്പിക്കാൻ പോന്നവയാണ് എന്നതിനാൽ തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യം അല്ല എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ തിരക്കഥ ആസ്വദിച്ച് കാണുന്ന പലരും ഈ ഒരു ചിന്താഗതിയിലേക്ക് മാറുന്നതും ഒരു ഡിബേറ്റിന് തന്നെ തയ്യാറാവുന്നതും കാണുന്ന ഈ സാഹചര്യത്തിൽ ദൈവം അതേപ്പറ്റി എന്തു പറയുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിലയ്ക്ക് വാങ്ങപ്പെട്ട ശരീരം മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അധപ്പതിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിനു മുമ്പിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു വചനം കൂടെ നാം കാണുകയാണ്, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്നും നിത്യജീവൻ കൊയ്തെടുക്കും. എന്താണ് നമ്മുടെ ലക്ഷ്യം? നിത്യജീവനെ ലക്ഷ്യം വെച്ച് ഓടുന്നവർ ജഡത്തിനായി ഒരിക്കലും വിതയ്ക്കരുതെന്ന് വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഒരു വചനം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനം ഇങ്ങനെ പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പക്ഷെ ആ ശരീരം ആത്മാവ് വസിക്കുന്ന കൂടാരമായതിനാൽ ശരീരത്തിനെതിരായി ചെയ്യുന്ന തിന്മകൾ ദൈവത്തിനു മുമ്പിൽ തെറ്റായി തീരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എനിക്കിനി ജീവിക്കണ്ട, എന്നെ ആരും വിലമതിക്കുന്നില്ല, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നിരാശയുടെ അനേകം ചോദ്യശരങ്ങൾ എനിക്ക് നേരെ പലപ്പോഴും ഉയരാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വചനമാണിത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, രക്തം കൊടുത്ത് വാങ്ങിയ നിങ്ങൾ വിലയുള്ളവരാണ് എന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്നെ കൊണ്ടൊന്നിനും പ്രയോജനമില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല
എന്ന് വിചാരിക്കുന്ന എല്ലാവരും യെശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം ആദ്യത്തെ 6 വചനങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എനിക്ക് ബഹുമാന്യരും പ്രിയങ്കരരും അമൂല്യരുമാണ്. അമൂല്യമായ ജീവരക്തം കൊടുത്ത് വാങ്ങിയ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിലേക്ക് നമുക്ക് നയിക്കാം. ആ ശരീരത്തിന് ദോഷമായിട്ട് നിൽക്കുന്ന എന്തും, ആയുസ്സിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന എന്തും ചെയ്യുകയില്ലെന്നും, മറ്റുള്ളവരുടെ ജീവന്റെയും വില യേശുവിൻ്റെ അമൂല്യമായ രക്തമായതിനാൽ മറ്റുള്ളവരെ ജീവനെ അപഹരിക്കുന്ന യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും നാം കൂട്ടാളിയാകുകയില്ലെന്നും നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുണ്ടാകാം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടവരും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ പറ്റി വിഷമിക്കുന്നവരുമായിട്ടുള്ള നിങ്ങൾ, ശക്തമായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ, മനുഷ്യ ജീവന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. യേശുവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല എന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും ഉള്ള ബോധ്യം വചനങ്ങളിലൂടെ പകർന്നു തന്നതിനെക്കുറിച്ച് ഓർത്ത് കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഈശോയെ, ഈ സമയം മനുഷ്യജീവനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളെയും, മദ്യം, മയക്കുമരുന്ന്, പുകവലി, കീടനാശിനികളുടെ ഉപയോഗം, വിഷ സംസ്കാരം, ഇതെല്ലാം കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അമൂല്യമായ ജീവരക്തം വിലയായി കൊടുത്തു വാങ്ങിയ ഒരു ആൾ പോലും കർത്താവെ നശിച്ചു പോകാൻ ഇടയാകരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവമേ, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് അടിമകളായ എല്ലാ ചെറുപ്പക്കാരെയും കുടുംബങ്ങളെയും കർത്താവെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, സ്വന്തം ശരീരം സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കർത്താവെ ജീവന്റെ മൂല്യം അങ്ങ് മനസ്സിലാക്കി കൊടുക്കണമേ എന്ന് ഈ സമയം എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മക്കളുടെ വഴി പിടിച്ച പോക്ക്, കുടുംബനാഥന്മാരുടെ തെറ്റായ ജീവിത രീതി കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം കുടുംബങ്ങളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക് കർത്താവെ അങ്ങയുടെ ആശ്വാസം കടന്നു ചെല്ലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്ത പോലെ ഞങ്ങൾ പ്രിയങ്കരരും ബഹുമാന്യരും അമൂല്യരുമാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ജീവന്റെ സംരക്ഷകയായ അങ്ങ് മനുഷ്യജീവന്റെ കാവൽക്കാരിയായി മാറണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.